മെസ്സി നമ്മുടെ ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു കായിക പ്രേമികളുടെയും എല്ലാവരുടെയും ഒരു നല്ല മനസ്സോടെ കാണുന്നൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. നല്ല രീതിയിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ആരാധകരെ പോലെ തന്നെയുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അറിയാലോ അത്. നമുക്ക് നല്ലൊരു സ്പോർട്സ് സംസ്കാരമാണല്ലോ കേരളത്തിലുള്ളത്. ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ ടീമിൽ അവർക്ക് വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില നടപടികൾ ഉണ്ടായി എന്നതും നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. സ്പെയിനിൽ മന്ത്രി പോകുന്നതിന് വേറെ കരാറൊന്നും വേണ്ട. മന്ത്രിക്ക് സ്പെയിനിൽ പോകുന്നതിന് കരാറൊന്നും ആവശ്യമില്ല. അതെ, കരാർ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റുമായിട്ട് എല്ലാവരും ഇത്തരം നടപടികൾ അതെല്ലാം മന്ത്രി തന്നെ പറയല്ലോ. മന്ത്രി തന്നെ കാര്യങ്ങൾ അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ നാട്ടിലാകെ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിരിക്കട്ടെ, ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും എന്നൊരു ആലോചനയുണ്ടാവും. അതും അവരെൻ്റെ വഴിക്ക് വരട്ടെ, അതുകൊണ്ട് സാരമൊന്നുമില്ല. അതൊന്നും ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. ഇനി അവർക്കെന്താ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ. അല്ല, സ്റ്റേഡിയം ഇദ്ദേഹം വന്നാലാണ്. ഇദ്ദേഹം വന്നാലുള്ള നടപടികൾക്കായിട്ട് സ്റ്റേഡിയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. ആ വരുന്നതിനാവശ്യമായ നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റേഡിയമായിട്ട് മാറണ്ടേ? നമ്മൾ അന്താരാഷ്ട്ര സ്റ്റേഡിയം ആണെങ്കിലും അതിനുള്ള അറ്റകുറ്റപ്പണികൾ നടക്കണ്ടേ? അതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. എനിക്കതറിയില്ല. എനിക്ക് അങ്ങനത്തെ കത്ത് കിട്ടിയ ഓർമ്മയില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും ലഭിക്കാതെ അതിന് പല വേദികളിലും അർജന്റീന വരും കേട്ടോ എന്ന് പലതവണയാണ് പറയുന്നത്. അല്ല, അതൊക്കെ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അന്നത്തെ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ബാധ്യസ്ഥനായ ഒരാളല്ല ഞാൻ. അതിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാതെ A to Z കാര്യങ്ങൾ ഞാൻ അറിയേണ്ടതായിട്ടില്ല സാധാരണഗതിയിൽ. പക്ഷേ അതിനകത്ത് യാതൊരു ക്രമക്കേടും ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണ് മെസ്സിയെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികളാണ് ആദ്യം തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില ധാരണകളും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ കടലാസുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് അന്നത്തെ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അത് കൂടുതൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ കിട്ടും. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുടുംബശ്രീയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ഉത്തരമാണ് ഇപ്പോൾ വന്നത്. അതില് സാധാരണഗതിയിൽ നമ്മള് ഗവൺമെന്റുകൾ കേരളത്തിന്റെ ഒരു അവസ്ഥ മാറി മാറി ഗവൺമെന്റ് വരുന്നതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 21 മാത്രമാണല്ലോ തുടർച്ചയായിട്ട് വന്നത്. അതുവരെയുള്ള കുറേ കാലത്തെ അനുഭവം മാറി മാറി ഗവൺമെന്റുകൾ വരുന്നത്. ഞങ്ങൾ 2016 അധികാരത്തിൽ വരുമ്പോൾ ധാരാളം പേർ താൽക്കാലിക ജീവനക്കാരായിട്ടുണ്ട്, ഡെയിലി വേജസുകാരായിട്ടുണ്ട്, പലതരത്തിലുള്ള പല തലങ്ങളിൽ ഉദ്യോഗത്തിലിരിക്കുന്നവരുണ്ട്. ഈ ഉദ്യോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ആ ഉദ്യോഗത്തിലിരിക്കുന്നവർ കുറച്ചു കാലം ആ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ജീവിതക്രമം അവർ ജീവിച്ചു പോവുകയാണ്. നമ്മളൊരു ഗവൺമെൻറ് വന്നു,
ഈ പിരിച്ചുവിടാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കലല്ല ആദ്യത്തെ ഗവൺമെൻറ് പണി. ഞങ്ങളാ നടപടി ഏതായാലും എടുത്തില്ല. നേരത്തെ ഇരിക്കുന്നവരാരാണോ അവരവിടെ ഇരിക്കട്ടെ എന്ന നിലപാട് എടുത്തു. അവരെ ആരെയും പിരിച്ചുവിടാൻ ഞങ്ങൾ പോയില്ല. ഇപ്പൊ കാണുന്നത് എന്താ? താൽക്കാലിക ജീവനക്കാരെ ആകെ പിരിച്ചുവിടുന്നു. ഈ പറഞ്ഞ കുടുംബശ്രീ അടക്കമുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ തൊഴിലില്ലാത്തവരായിട്ട് മാറുന്നത്. എത്ര ക്രൂരമായ നടപടിയാണെന്ന് നോക്കണം. അങ്ങനൊരു ഗവൺമെന്റ് ചെയ്യാൻ പാടുണ്ടോ? ഇതെല്ലാം എന്തിനാണ്? ഇത്തരം നിയമനങ്ങളുടെ പിന്നിലുള്ള സാധാരണ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കുന്നതിനുള്ള വഴിവിട്ട നീക്കങ്ങളാണ്. അതാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒരു ഗവൺമെന്റിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. കഴിഞ്ഞ സർക്കാർ ഏതാണ്ട് 1 വർഷത്തോളം പുറത്തു നിർത്തിയിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരികെ എത്തിയതിനു ശേഷം സമർപ്പിച്ച ഒരു റിപ്പോർട്ടിലാണ് ഈ മെസ്സി വിവാദത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രതികാരത്തോടുകൂടിയാണ്. എനിക്കറിയില്ല അതിനെപ്പറ്റി. മറ്റൊരു കാര്യം, ഈ കടലിൽ കാണാതായവരെ ഈ തെരച്ചിൽ നടത്തുന്നത് ഏറ്റവും നല്ല രീതിയിലാണ്, അസംഖ്യമാണ് എന്ന് വ്യക്തിനകത്തുനിന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ചൈനക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പ്രസംഗിച്ചത്. സർക്കാർ പ്രശംസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ലതല്ലേ? അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ അനുഭവമായിരിക്കും അദ്ദേഹം പറയുന്നത്. ഞാനത് അതിനെപ്പറ്റി പറയുന്ന ആളല്ല. എൻ്റെ അനുഭവം, നാട്ടിൽ പോയപ്പോഴുണ്ടായ അനുഭവം, കുടുംബങ്ങളെ കണ്ടപ്പോഴുള്ള അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ശരി.